ഓം ശാന്തി. ഇന്ന് നമ്മൾ 13ാം പടിയിലേക്ക്. ഇന്നത്തെ നമ്മുടെ വിഷയം അയ്യപ്പൻ്റെ പൂങ്കാവനം. ശബരിമല ക്ഷേത്രത്തിന് ചുറ്റും നോക്കൂ അല്ലെ, മല ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ 4 വശവും മലകൾ, പിന്നെ പ്രകൃതി രമണീയമായ സുന്ദരമായ വനം, പമ്പയാറ് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമി, വെള്ളം, വായു അല്ലേ, മരങ്ങൾ. അപ്പം പ്രകൃതിയുടെ 5 തത്വങ്ങളും ആ 5 തത്വങ്ങളുടെയും സർവ്വസുഖങ്ങളും നമുക്കതിലൂടെ ലഭിക്കുകയാണ്. അപ്പം യാത്രയിലുടനീളം നമുക്ക് കേവലം സ്വാമിയുടെ ദർശനം മാത്രമല്ല, 5 തത്വങ്ങളും നമുക്ക് അല്ലേ സുഖം നൽകുകയാണ്. കാരണം 5 തത്വങ്ങൾ, പ്രകൃതിയുടെ ജോലി എന്താണ്? അവർ ദാതാവാണ്, ദേവതയാണ്, നൽകുന്നവരാണ്. ദേനേ വാല ദേവത എന്ന് പറയണേ. അപ്പം ശരിക്കും സൂര്യനും അതേപോലെ അല്ലേ വായുവും ഭൂമിയും അഗ്നിയും ആകാശവും എല്ലാം നമുക്ക് ദേവനെ പോലെ ദേവിയെ പോലെ നമ്മളെ സെർവ് ചെയ്യാണ്, നമുക്ക് വേണ്ടതെല്ലാം നൽകുകയാണ്. ഒരു ചില്ലിക്കാശ് പോലും അങ്ങോട്ട് ഒന്നും ചോദിക്കാതെ വാങ്ങാതെ ഒരു ബില്ല് നമുക്ക് തരുന്നില്ല. വായു നമ്മൾ ശ്വസിക്കുമ്പോൾ സൂര്യൻ നമുക്ക് എത്ര ചൂടും വെളിച്ചവും തരണം, അതിനുവേണ്ടി ബില്ല് തരികയാണെങ്കിലോ? ബില്ല് തരുന്നില്ല എന്ന് മാത്രമല്ല, ഈ 5 തത്വങ്ങൾ ഒരിക്കലും സമരവും വിളിക്കാറില്ല. അവർ കേവലം നൽകുന്നവരാണ്. അവരിലാണ് ദൈവിക സംസ്കാരം. അതാണ് സനാതന സംസ്കാരം, കൊടുക്കുന്ന സംസ്കാരം, സുഖം കൊടുക്കുന്ന സംസ്കാരം. അതാണ് പ്രകൃതിയുടെ 5 തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കണേ. അപ്പം അതുകൊണ്ട് ഈ ശബരിമല യാത്രയിൽ യഥാർത്ഥത്തിൽ ഭഗവാൻ നമ്മൾ മക്കളെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ നമ്മുടെ ജീവിതയാത്ര ഈ ഭൂമിയിൽ സുന്ദര രംഗവേദിയാണ്. 5 തത്വങ്ങളും ചേർന്ന് നമുക്ക് എത്ര സുന്ദരമായ രംഗവേദിയാണ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കണേ അല്ലേ. 5 തത്വങ്ങൾ കാരണമല്ലേ നമ്മുടെ ഈ ശരീരവും ഈ പ്രകൃതി മാതാവ് നൽകുന്ന ആഹാരം കഴിച്ച്, വായു ശ്വസിച്ച്, വെള്ളം ഉപയോഗിച്ച്, ചൂടും വെളിച്ചവും എല്ലാം ഉപയോഗിച്ചിട്ടല്ലേ നമ്മുടെ ശരീരം പോലും വളർന്നുകൊണ്ടിരിക്കണം. ഈ ഭൂമിയിൽ എന്തെല്ലാം രംഗ സംവിധാനമുണ്ട്, ഈ കണ്ണുകൊണ്ട് കാണുന്ന എല്ലാം ഈ 5 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതല്ലേ അല്ലേ. അപ്പോൾ ഈ 5 തത്വങ്ങൾ കൊണ്ട് ഉണ്ടാക്കപ്പെട്ടത് ഈ സുന്ദര രംഗവേദി അല്ലേ. നമ്മൾ നോക്കുകയാണെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ചേർന്ന് ബൾബുകളെ പോലെ നമുക്കിവിടെ നാടകശാലയിൽ നാടകം കളിക്കാൻ വെളിച്ചം തന്നുകൊണ്ടിരിക്കണു. വായുവുണ്ട്, ശ്വസിക്കാനാകുന്നു, ആകാശമുണ്ട്, എല്ലാം നോക്കിക്കോളൂ. അവരുടെ എല്ലാം ദാനം കൊണ്ടാണ് നമ്മുടെ ജീവിതം പോണേ. അപ്പോൾ നമ്മളും ശബരിമല യാത്ര ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ശബരിമല യാത്ര ചെയ്യുന്ന ഭക്തർക്ക് എല്ലാവർക്കും അറ്റൻഷൻ വേണ്ടത് ഏതാണ്? ഈ 5 തത്വങ്ങളും പ്രകൃതിയുടെ ആ രമണീയത, ആ സുന്ദരത അതേപോലെ നിലനിർത്തുക. പ്രകൃതി തത്വങ്ങളെ മലിനമാക്കുന്ന വായുവിനെയോ വെള്ളത്തെയോ കാടുകളെയോ നശിപ്പിക്കുന്ന ഒന്നും നമ്മൾ ചെയ്യരുത്. അതാണ് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് നിങ്ങൾ നോക്കൂ. പണ്ടൊക്കെ എല്ലാ ക്ഷേത്രങ്ങളോടും ചേർന്ന് സുന്ദരമായ വലിയ ക്ഷേത്രത്തിനേക്കാളും വലിയ ക്ഷേത്രക്കുളങ്ങൾ, നിറയെ കാടുകൾ, കാവുകൾ അല്ലെ. ആ കാവുകൾക്കുള്ളിൽ, കാരണം കാവുകൾ എന്ന് പറഞ്ഞാലേ എന്താ, അത് മുഴുവൻ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുകയാണ്. ആ ഇടതൂർന്ന് നിൽക്കുന്ന മരങ്ങൾക്കുള്ളിൽ ആരും കയറിപ്പോയി ഒന്നും ചെയ്യില്ല. മരം വെട്ടരുത് എന്ന് പറയും. സർപ്പക്കാവുകളാണ്, നമ്മളോട് പറയില്ല ദോഷമാണ്, ഒന്നും ചെയ്യരുത്. കാരണം എന്താ, അത്രയും മരങ്ങളുണ്ടെങ്കിലേ ജീവികളുണ്ടാകുള്ളൂ. ജീവികളുടെ ആവാസ വ്യവസ്ഥയ്ക്കെല്ലാം വേണം. അതെല്ലാം അയ്യപ്പന് ചുറ്റും നമുക്ക് കാണാം അല്ലേ. അപ്പോൾ നമ്മൾ തീർത്ഥയാത്രയ്ക്ക് പോകുന്നവരുടെ ടെൻഷൻ എന്താ വേണ്ടത്? പമ്പയാറിൽ മുങ്ങിക്കുളിക്കും. പക്ഷേ നമ്മൾ കേൾക്കാറുണ്ട്, ഓരോ ശബരിമല സീസണും കഴിയുമ്പോൾ 100 കണക്കിന് സന്നദ്ധ സേവകർ പോയിട്ടാണ് പുഴ ക്ലീൻ ചെയ്യുന്നത്. പലരും പോകുന്നവർ പലതും വേണ്ടാത്ത പല വസ്തുക്കളും, വസ്ത്രങ്ങളും ബോട്ടിലുകളും എല്ലാം വലിച്ചെറിയും, മാലകളും ഒക്കെ. യഥാർത്ഥത്തിൽ ആ വെള്ളത്തെ ശുദ്ധമാക്കി വെക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അപ്പം നമ്മൾ വലിച്ചെറിയാതിരുന്ന ആർക്കും അതിൽ പോയിട്ട് പെറുക്കേണ്ട ജോലി ചെയ്യില്ല. അപ്പം കേടുവരുത്തുന്നവർ കേടുവരുത്തുക, പിന്നെ ക്ലീൻ ചെയ്യുന്നവർ ക്ലീൻ ചെയ്യുക. ഈ ഒരു സംസ്കാരം നമുക്ക് മാറണം. 5 തത്വങ്ങളെയും അവർ നമ്മൾ ഇത്രയും സേവനം ചെയ്യുന്നത് കൊണ്ട് തിരിച്ച് ഈ തത്വങ്ങളെ വൃത്തിയാക്കി വെക്കേണ്ടത് നമുക്ക് വേണ്ടിയിട്ടാണ്. മലിനീകരിക്കാതിരിക്കുക. നമ്മളെപ്പോലെയുള്ള സഹോദരങ്ങളല്ലേ പിന്നെ അതിലിറങ്ങി ക്ലീൻ ചെയ്യേണ്ടി വരണം. നമ്മളിത് ശബരിമല പോകുന്നവർക്ക് മാത്രമല്ല, പിന്നെയും നമ്മൾ വീടുകളിൽ, വീടാകട്ടെ ഓഫീസാകട്ടെ, നമ്മൾ എവിടെ ജീവിക്കുകയാണെങ്കിലും സമൂഹത്തിൽ
5 തത്വങ്ങളെയും സംരക്ഷിക്കുക എന്ന സന്ദേശമാണ് അയ്യപ്പൻ്റെ പൂങ്കാവനത്തിലൂടെ നമുക്ക് നൽകണേ. ഒന്ന്, ചെടികള്, പൂച്ചെടികള്, അതിൻ്റെ ആവശ്യകത നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ ഒരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഹൈവേയിലൊക്കെ കണ്ടിട്ടില്ലേ, നിറയെ പൂച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എത്ര സന്തോഷമാണ്. യാത്രയിലെ എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മറക്കാൻ ആ പൂത്ത് നിൽക്കുന്ന ചെടികൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷം ഉണ്ടാകും. പിന്നെയോ വീടുകളിലാണെങ്കിൽ നമുക്ക് പൂച്ചെടികൾ മാത്രം പോരല്ലോ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും നമുക്ക് ഓരോരുത്തർക്കും ഒരു ഗൃഹവാടിക വീടുകളിൽ, നമ്മൾ ബ്രഹ്മകുമാരീസിൻ്റെ ഒരു പ്രോജക്റ്റാണത്. വീടുകളിൽ യോഗി കൃഷി എന്നൊരു സമ്പ്രദായമുണ്ട്. യോഗി ജീവിതത്തിൽ അവരവർക്ക് വേണ്ടുന്ന പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ കഴിയുന്നതും അവനവൻ്റെ വീട്ടിൽ ഉള്ള സ്ഥലത്ത് എന്തൊക്കെ ഉണ്ടാക്കാമോ ചെയ്യുക. ഇന്ന് ഗവൺമെൻറ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പം നമുക്ക് മണ്ണില്ലെങ്കിൽ പോലും ചട്ടികൾക്കുള്ളിലും ഗ്രോ ബാഗുകൾക്കുള്ളിലും അല്ലേ, എത്ര നമുക്ക് പറ്റുമോ അത്രയും ഒരു 10 ചെടി അവരവരുടെ വീട്ടിലേക്ക് വേണ്ടുന്ന പച്ചക്കറി, അതൊരു മുളക് ചെടിയാകട്ടെ, 4 വെണ്ടക്കയുടെ ചെടിയാകട്ടെ, അവനവന് വീട്ടിൽ 2 ആളാണോ 3 ആളാണോ 4 ആളാണോ ഉള്ളത്, നമുക്ക് വേണ്ട പച്ചക്കറികളും പഴങ്ങളും നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സ്വയം പര്യാപ്ത ജീവിത ശൈലി നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് മനസ്സ് ടെൻഷൻ അടിച്ച് വേണ്ടാത്ത ചിന്തകളും ഫോണിൽ നീക്കി സമയം കളയുക, വേണ്ടാത്ത വിഷാദ രോഗം, നിരാശ, അല്ല ഈ മടി പിടിച്ച സംസ്കാരം മാറുക, ഇതിനൊക്കെ നമുക്ക് മരുന്ന് കഴിക്കേണ്ട ആവശ്യം ഇപ്പം വരില്ല. അവനവൻ്റെ വീട്ടിൽ നമ്മളിങ്ങനെയുള്ള പ്രത്യേകിച്ചും പ്രകൃതിയിൽ നമ്മൾ ചെടികൾ വെക്കുകയും ഫലവൃക്ഷങ്ങൾ വെക്കുകയും പച്ചക്കറികൾ വെക്കുകയും അപ്പം അതിനെ പരിപാലിക്കുന്നതിൽ അതിന് വെള്ളമിടുക, വളം കൊടുക്കുക, കളയെടുക്കുക, അതിനെ നനയ്ക്കുക, അതിനെ ശുശ്രൂഷിക്കുക, അതിൽ തന്നെ നമ്മുടെ മനസ്സിനും ശരീരത്തിനും വേണ്ടുന്ന ഒരു റിഫ്രഷ്മെൻറ്റ് ലഭിക്കും. അത് തന്നെയാണ് ഏറ്റവും നല്ല മരുന്ന് മടി മാറാൻ. നമ്മൾ കർമ്മം ചെയ്താൽ മതി, അലസ്യം തന്നെയും മാറിക്കോളും. വെറുതെ കൈയും കെട്ടിയിരുന്ന് മടി മാറണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറുക, പേടി മാറണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മാറുക? നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങണ്ടേ? നമ്മൾ അധ്വാനിക്കുക, നമ്മുടെ ഊർജത്തെ സദുപയോഗം ചെയ്യുക. ഊർജം ഉണ്ടായിട്ട് അത് ഉപയോഗിക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ വിഷാദത്തിലേക്കും നിരാശയിലേക്കും അല്ലേ ബുദ്ധി നമ്മുടെ വർക്ക് ചെയ്യാതാകുന്നത്. കാരണം ദൈവം നമുക്ക് ഇത്രയും തന്നിട്ടുണ്ട്, ആത്മാവിൽ ഇത്രയും ശക്തിയുണ്ട്, ശരീരത്തിനും ഉണ്ട് ശക്തി. നമ്മൾ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, വീണ്ടും എടുക്കുകയാണ് പ്രകൃതിയിൽ നിന്ന്. അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ റിട്ടേൺ കൊടുക്കണ്ടേ? എടുക്കുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം നമ്മൾ കൊടുക്കുന്നത്. നമ്മുടെ സംഭാവനകളായിരിക്കണം ഈ ഭൂമിയിലേക്ക് കൂടുതൽ. ഇവിടുന്ന് നമ്മൾ അകത്തേക്ക് എടുക്കുന്നത് കുറവും നമ്മൾ കൊടുക്കുന്നത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ കൂടുതലായിരിക്കണം. ആ ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ ഓരോരുത്തരും ജീവിക്കണേ. നമ്മുടെ കുട്ടികളെ തന്നെ നമ്മൾ അങ്ങനെ വളർത്തുകയാണെങ്കിൽ, അവർ വളർത്തുകാലത്ത് നമ്മൾ അവരോട് പറഞ്ഞതുകൊണ്ട് അവർ ചെയ്യില്ല. അവർ നമ്മളെ കണ്ടു പഠിക്കണം. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മുടെ അച്ഛനമ്മമാർ എന്താണോ ചെയ്യണേ, അവർ പറമ്പിലിറങ്ങുമ്പോൾ അവരുടെ പിന്നാലെ നമ്മളും പോവും അല്ലേ? അവർ പാടത്ത് പോകുമ്പോൾ അവരുടെ പിന്നാലെ നമ്മളും പോവും. നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരും ചെയ്യും. അപ്പം നമ്മൾ വീടുകളിൽ എന്നുവെച്ചാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ സ്ഥലങ്ങളില്ല, പക്ഷെ ഉള്ള സ്ഥലത്ത് ഒന്ന് നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കി വെക്കുക. പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയാതിരിക്കുക മണ്ണിലേക്ക്. അത് പ്ലാസ്റ്റിക്കിന് സെപ്പറേറ്റ് ശേഖരിച്ചിട്ട് അത് എവിടെയാണോ കളക്ട് ചെയ്യണ ഗവൺമെൻറ് അവിടെ കൊടുക്കുക. ജൈവ മാലിന്യം അതിൻ്റെ സ്ഥാനത്ത് നിക്ഷേപിക്കുക. അപ്പോൾ ഓരോന്നും നമ്മൾ ഇത് നമ്മുടെ വീട് പരിസരം മാത്രമല്ല, നമ്മൾ വ്യക്തിഗതമായി ഉപയോഗിക്കുന്ന ഓരോന്നിലും നമ്മുടെ വസ്ത്രം, നമ്മുടെ ശരീരം, നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വസ്തുക്കൾ. അപ്പോൾ കുട്ടികളെ മുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ പുസ്തകങ്ങളും പേനയും ഒക്കെ വൃത്തിയാക്കി വെക്കാൻ, അടുക്കി പെറുക്കി വെക്കാൻ, എന്തെങ്കിലും വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് വേസ്റ്റ് ബോക്സ് എവിടെയാണോ അവിടെ നിക്ഷേപിക്കാൻ, എല്ലാം വൃത്തിയായിട്ട് ഉപയോഗിക്കാൻ, അവരവർ ഉപയോഗിക്കുന്ന ചെരുപ്പാണെങ്കിലും ബാഗാണെങ്കിലും അത് ക്ലീൻ ചെയ്ത് വെക്കാൻ അല്ലേ? അപ്പം എന്തിന് നമ്മൾ മുടി ചീകുന്ന ചീർപ്പ് പോലും അതും വൃത്തിയാക്കി വെക്കുക, ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ കുട്ടിക്കാലം മുതൽ ഇങ്ങനെയുള്ള ശീലങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ളവരിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലേ? അപ്പം അതുകൊണ്ട് അയ്യപ്പൻ്റെ ഈ സുന്ദര പൂങ്കാവനം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? പ്രത്യേകിച്ച് ഇന്ന് ഭക്ഷ്യസുരക്ഷ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയല്ലേ? ജനങ്ങൾ കൂടുതലും നമുക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ കുറവും. പ്രത്യേകിച്ച് മലയാളികളാകുമ്പോൾ നമുക്ക് അധ്വാനശീലം കുറച്ച് കുറവാണ്. അന്യനാട്ടിൽ പോയി നമ്മൾ അധ്വാനിക്കും, പക്ഷെ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്കിഷ്ടം പോലെ പറമ്പുണ്ടാവും, പക്ഷെ പറമ്പുകളൊക്കെ തരിശായിട്ട് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവരവരാൽ കഴിയുന്നത്
പറയാറില്ല, എണ്ണാറക്കണ്ണനും തന്നാലായത്. അവരവർക്ക് വേണ്ടതെങ്കിൽ, ഇപ്പം നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് ചെയ്യാവുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ആ ലെവലിൽ അവരവർക്കുള്ളതെങ്കിലും നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര സന്തോഷം ഉണ്ടാവും, ശരീരത്തിന് എത്ര ഊർജം കിട്ടും, എത്ര അസുഖങ്ങൾ മാറും. ഈ പ്രകൃതി നമുക്ക് നൽകുന്ന ഇത്രയും ദാനത്തിന് നമ്മളും തിരിച്ച് നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഈ മണ്ണിൽ കൊടുക്കണ്ടേ? അല്ലെ, നമ്മൾ എത്ര തെങ്ങിൽ നിന്ന് നാളികേരം എടുക്കുന്നു, എത്ര മാവിൽ നിന്ന് മാങ്ങ എടുക്കുന്നു, എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു. ഇതൊക്കെ ആര് വെച്ചതാ? നമ്മൾ വെച്ചതല്ലല്ലോ. ഇതൊക്കെ നമ്മളുടെ പൂർവികർ എത്ര പേരുടെ അധ്വാനമാണ്. അപ്പൊ അവരുടെയൊക്കെ അധ്വാനം നമ്മൾ കഴിക്കുന്നുവെങ്കിൽ ആയുഷ്കാലത്തിൽ ഒരു മരത്തെയെങ്കിലും വെച്ച് നമ്മൾ ഈ മണ്ണിൽ വളർത്തിയെടുത്ത് അതിനെ ഒരു മരമാക്കി മാറ്റിയല്ലേ, ആ മരം എത്ര പേർക്ക് തണൽ കൊടുക്കും, എത്ര പേർക്ക് ഫലങ്ങൾ കൊടുക്കും, അല്ലെ? എന്തെല്ലാം സഹായം മഴ ഈ ഭൂമിയിൽ ഉണ്ടാകാൻ എത്ര വലിയ സഹായമാകും. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരുടെ ഉള്ളിലും ആ ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കണം. ജീവിതയാത്രയിൽ നമ്മുടെ വീട്ടിലോ നമ്മുടെ വഴിയോരങ്ങളിലോ നമ്മുടെ വീടിൻ്റെ തന്നെ ഫ്രണ്ടിൽ നോക്കൂ, റോഡാണെങ്കിലും ചെറിയ കോളനി റോഡാണെങ്കിലും വലിയ റോഡാണെങ്കിലും പാതയോരങ്ങളെല്ലാം ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള പാതയോരമെങ്കിലും നമുക്ക് വൃത്തിയാക്കി വെക്കാം. അവിടെ ഒരു ചെടി വെക്കാം, അവിടെ ഒരു മരത്തൈ വെക്കാം. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അതിന് ഒരു തുള്ളി വെള്ളം ഒഴിച്ച് വളർത്തിയെടുക്കാം. അല്ല, എത്ര ഓക്സിജൻ നമുക്ക് കിട്ടും മരങ്ങളുണ്ടെങ്കിൽ. മഴ കിട്ടാൻ അത് സഹായമാകും. നമ്മുടെ റോഡുകൾ, അതിന് കുടുംബശ്രീന്ന് ആൾക്കാർ വരട്ടെ, അത് ഗവൺമെന്റിന്റെ ജോലിയിലെ മുനിസിപ്പാലിറ്റി ചെയ്യട്ടെ, പഞ്ചായത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ട്, നമ്മുടെ റോഡിന്റെ ഫ്രണ്ട്, അല്ലേ, അത് നമ്മുടെ ഫ്രണ്ടിലൂടെ പോകുന്ന ഡ്രെയിനേജ്, ഇതൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ഒരു സ്റ്റെപ്പ് നമുക്കിന്ന് മുതൽ തുടങ്ങാം. ഇതാകട്ടെ നമ്മുടെ 13ാമത്തെ പടി, അല്ലേ? ഈ പടിയിൽ നമ്മൾ കയറുമ്പോൾ 13ാം പടിയിൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഈ സങ്കല്പം എടുക്കാം. അയ്യപ്പന്റെ പൂങ്കാവനം പോലെ മലകളും മരങ്ങളും പമ്പയാറും കൊണ്ട് അനുഗ്രഹീതമായിരിക്കുന്ന ക്ഷേത്ര പരിസരം പോലെ എനിക്കും എൻ്റെ വീടും പരിസരവും പ്രകൃതി രമണീയമാക്കി മാറ്റണം. പൂച്ചെടികളും ഫലവൃക്ഷത്തൈകളും പച്ചക്കറികളും നട്ടുപിടിപ്പിച്ച് വളർത്തിയെടുക്കുന്ന ശ്രേഷ്ഠമായൊരു സംസ്കാരം എൻ്റെ ഉള്ളിൽ ഞാൻ ആദ്യം ഉണ്ടാക്കും. എന്നെ കണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമുണ്ടാകട്ടെ. വീടും പരിസരവും വൃത്തിയാക്കി വയ്ക്കുക. 5 തത്വങ്ങളോടും ആദരവുള്ളവരായിരിക്കുക. പഞ്ചതത്വങ്ങളെയും മലിനീകരിക്കാതിരിക്കുക. ശുദ്ധീകരിക്കാനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതാണ് എൻ്റെ 12ാമത്തെ ചുവടുവയ്പ്. പ്രകൃതി നൽകിയതിനെല്ലാം വളരെയധികം ഞാൻ കൃതജ്ഞതയോടുകൂടി പ്രകൃതിക്ക് വേണ്ടിയും ശുഭഭാവനകൾ സമർപ്പിക്കും. പ്രകൃതിയുടെ 5 തത്വങ്ങളും ശാന്തമാകാൻ, ശുദ്ധമാകാൻ ദിവസവും 1 മിനിറ്റ് പ്രകൃതിക്ക് വേണ്ടി ഞാൻ ധ്യാനം ചെയ്യും. പ്രകൃതിപതി പരമേശ്വരൻ്റെ പവിത്രമായ കിരണങ്ങളാൽ സൂര്യനും ആകാശവും വായുവും വെള്ളവും ഭൂമിയും പഞ്ചതത്വങ്ങളും പവിത്രീകരിക്കപ്പെടട്ടെ.
ശാന്തമാകട്ടെ. സദോഗുണിയാകട്ടെ. ഓം ശാന്തി.